അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ എന്തിനു വേണ്ടിയൊന്ന് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന് വേണ്ടി സങ്കടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവിന് ഇടപെടുകയും നീ എവിടെ പോലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം, സതതമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകുകയും നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല. പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും. നാട്ടിപ്പാട്ടാക്കും, വീട്ടിപ്പാട്ടാക്കും, തറവാട്ടിൽ പറഞ്ഞ് കൊട്ടി കെട്ടിയെഴുന്നള്ളിക്കും. അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല, കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. നിസ്സംഗൂരി നിൽക്കണ മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റയ്ക്ക് പോയാനും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നീ ആ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ആത്മഹത്യ നിനക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ രേഖകൾ, നഷ്ടപ്പെട്ടു പണങ്ങൾ, നഷ്ടപ്പെട്ട പൊന്നുകൾ, അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കൾ, മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ജോലി തരാമെന്നും പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ വായ്പ വാങ്ങിച്ച് തരാത്തതിൻ്റെ പേരിൽ ഒരു പണിയും നടക്കാതെ അതിൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാന ശേഷി സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ആ വചനം ഇന്നലെ വായിച്ച വചനം തന്നെ വീണ്ടും വായിക്കുകയാണ്. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. നിലത്തിനല്ല കുഴപ്പം വന്നിരിക്കുന്നത്, വിത്തുകൾക്കാണ്. ചില ആൾക്കാർ വിശ്വാസം വിതക്കണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഇന്ന് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്താണ്, 60 മേനിക്കാരുണ്ടല്ലോ. 60 മേനിക്കാർ എന്തുകൊണ്ടാണ് 60 ഒരേ നിലത്ത് വിതച്ചതിന് 1 30 60 കിട്ടിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലർ വിശ്വാസത്തിലാണ് വിതക്കണത്, ചിലർ
പ്രത്യാശയെ വിതക്കും. അപ്പോൾ വിശ്വാസത്തിനേക്കാൾ കുറച്ചുകൂടി കൂടിയതാണ് നിലവാര ഉയർച്ചയോടാണ് പ്രത്യാശ. പ്രത്യാശയ്ക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്, പ്രത്യാശ എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യാശ ഉള്ളത്? റോമാഞ്ചേജ് വായിച്ച്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. മറ്റേ വിശ്വാസ പാർട്ടിക്ക് ചില സമയത്ത് നിരാശ കയറി വരാം, പക്ഷെ നിരാശയുടെ അംശങ്ങൾ കുറവായിരിക്കും. ഇപ്പം ഞങ്ങളെ കടപ്പുറത്തൊക്കെ ഞാൻ കുറേ ജോലി ചെയ്തിട്ടുണ്ട്, കുറേ ഇടവക ചെയ്യുന്നതിനുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ടാവും. എന്താ കാര്യം? അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അന്തരീക്ഷത്തിനകത്ത് നനവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടുണ്ടാകും. അപ്പോൾ ചിലയിടത്തൊക്കെ വരണ്ട കാലാവസ്ഥയായിരിക്കും. നമ്മൾ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി, ഈർപ്പം കുറവായിരിക്കും. അതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ് നമ്മളുടെ ചില ആൾക്കാർക്ക് നല്ല പ്രത്യാശയായിരിക്കും. കാരണം ചിലത് വിശ്വാസം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. പോസിബിളാണ്, വിശ്വാസം കൊണ്ട് പോസിബിളാണ്, പക്ഷേ നമുക്ക് കിട്ടണ്ടേ? മർക്കോസ് 9:23 യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും. പക്ഷേ ഈ സാധിക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് മിഷനറിയാണ്. അപ്പം അനുഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് അടുത്ത ദിവസം കാണാം. അനുഭവിക്കുന്നതുവേ ഇറ്റ് ഈസ് പോസിബിൾ, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണത് വേറെ ഒരു സബ്ജക്റ്റാണ്. എൻ്റെ പേര് സിബി എന്നാണ്. എൻ്റെ വീട് പാലായിലാണ്. ഇതെൻ്റെ ഭാര്യ ലിസി. ഞങ്ങൾ 2018 ഈ ദേവാലയത്തിൽ വന്നതാണ്. അന്ന് പഴയ പള്ളിയായിരുന്നു. ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. പക്ഷേ 2019 ഞങ്ങൾ വീണ്ടും വന്നു. അതിനു മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് പറഞ്ഞ സിബി എന്നാണ്. ഞാൻ പാലായിലൊരു ബിസിനസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഒരു സിനിമയുടെ നിർമ്മാതാവാണ്. ഒരു സിനിമയല്ല, വളരെയധികം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കൂടെയാണ് ഞാൻ. ഹണി ബി, മാന്നാർ മത്തായി സ്പീക്കിംഗ്, അങ്ങനെയുള്ള പ്രശസ്തമായ നിരവധി സിനിമകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ 2019 എൻ്റെ ബിസിനസ്സിൽ ഒരു ചെറിയ മാന്ദ്യം വന്നപ്പോൾ, സിനിമയുടെ പാർട്ട്നേഴ്സുമായിട്ട് ചെറിയ തർക്കങ്ങളുണ്ടായപ്പോൾ, ഞാൻ 2019 ഭാര്യ പറഞ്ഞ് നമുക്ക് പോയി ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പം ഒന്ന് ഭയങ്കര തിരക്കാണ്. ഞാൻ പുറത്ത് നിൽക്കുകയാണ് ചെയ്ത്. ഞാൻ ലിസിയോട് പറഞ്ഞു പോയി ഫോം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഭാര്യ പോയി ഫോമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഞാനാണ് പേന എടുത്ത് എഴുതിയത്. ഞാൻ ലിസിയുടെ പേരാണ് എഴുതിയത്, എൻ്റെ പേര് എഴുതിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞു ഇത് വായിച്ചിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല, ഞാനുകൊണ്ട് എൻ്റെ പേര് എഴുതുന്നില്ല, ലിസി വേണേൽ എടുത്തോളം പറഞ്ഞ് ഞാൻ പുറത്ത് നിന്നു. അപ്പം ഭാര്യ ഉടമ്പടി എടുത്തു. ഉടമ്പടിയായിട്ട് ഞങ്ങൾ ചെന്ന് പ്രാർത്ഥന തുടങ്ങിയെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാനൊന്നും കൂടിയില്ലായിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഇതിനകത്ത് പ്രാർത്ഥിക്കാനായിട്ട്. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പത്രമൊക്കെ ആണെങ്കിൽ പോലും ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലൊക്കെ കൊണ്ടുപോയി നമ്മൾ വെച്ചിട്ട് പോകുന്ന ഒരു രീതിയിൽ 2-3 മാസം അത് തുടർന്നുള്ളൂ. അതിനുശേഷം ആ സമയത്ത് തന്നെ ഞങ്ങൾ ഈ എറണാകുളത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും അവിടെ ഒരു അൽമായൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും അത് കൂടാനായിട്ട് വരും. ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ് അവിടെ കുർബാന ചെല്ലുന്നത്. ഈ കുർബാനയുടെ മധ്യേ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ വളരെ രോഷാകുലനായ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് വെറും തട്ടിപ്പാണ്, നിങ്ങളൊന്നും അവിടെ പോകരുത്, ഉടമ്പടി നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അച്ഛൻ ആധികാരികമായി പറഞ്ഞപ്പോൾ ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിച്ചു. അതിന് ഫലമായി ഞങ്ങളുടെ ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു. ഉടമ്പടി പത്രം പോലും എവിടെയാണെന്ന് അറിയാൻ മേലാത്ത രീതിയിൽ ഉടമ്പടി പൂർണ്ണമായി ഉപേക്ഷിച്ച്, ഉടമ്പടി തൈലവും തിരിയൊക്കെ എവിടെയോ ഉപേക്ഷിച്ച് ഞങ്ങൾ പോയത്. വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് പറ്റുമ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ജപമാല അർപ്പിക്കും, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നുകൊണ്ടാണെങ്കിൽ പോലും അവിടെ വന്ന് കൊന്തയൊക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടാണ് ഇരുന്നത്. കാരണം എൻ്റെ മോളൊന്ന് MBBS പഠിക്കുക അമൃതയിൽ. അവളുടെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ വരുമായിരുന്നു. മോൻ അതുപോലെ ജർമ്മനിക്ക് പോകാൻ, അവനും അവൻ്റെ ഭാര്യയും കൂടെ പോകാനുള്ള, അവർ ഖത്തറിലായിരുന്നു. അവരവിടുന്ന് യൂറോപ്പിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് പോയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധിച്ച് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തുകൊണ്ടാണ്, ഞങ്ങൾ ഉടമ്പടി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഉടമ്പടി ഞങ്ങൾ വെച്ച കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല. ഉടമ്പടിയെ നമ്മൾ പൂർണ്ണമായി അങ്ങ് മറന്നുപോയ സാഹചര്യമായിരുന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ 2023 എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്നു അവരുടെ മോളുടെ കല്യാണം വിളിക്കാൻ വന്നതാണ്. കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു,
അതായത് അവരുടെ മോൾക്ക് ഒത്തിരി കാലമായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട്. പക്ഷേ കൃപാസനത്തിൽ വന്ന് 3 ഞായറാഴ്ച അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് ഈ കല്യാണം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിലും ഈ ആരാധന ഒന്നും ഞങ്ങൾ കൂടാറില്ലായിരുന്നു. കാരണം 2019 ഞാൻ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. പക്ഷേ ഞാനൊരു സാക്ഷ്യം പോലും കേട്ടിട്ടില്ല, ആരാധനയും കൂടിയിട്ടില്ല. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇന്നലെ കൃപാസനത്തിലൊന്ന് പോകാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറയരുത്, ഒരിക്കലും ഉടമ്പടി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഞായറാഴ്ച വന്ന് അച്ഛൻ്റെ കുർബാനയും കൂടി ആരാധനയും കൂടി തിരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ എൻ്റെ മകൻ്റെ ഭാര്യ ജർമ്മനിയിലാണ്, അവൾ അവിടെ PG കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അവൾക്ക് പിറ്റേ ദിവസം രാവിലെ അവൾക്ക് മെയിൽ വന്നു, അവിടുത്തെ BMW എന്ന് പറഞ്ഞ കമ്പനിയിൽ അവൾക്ക് ഇൻറ്റേൺഷിപ്പ് ശരിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് വീണ്ടും പോകാമെന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ഞങ്ങളിവിടെ വന്നു. വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 2ാമത്തെ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കരുത്, അച്ഛനെ കാണുന്ന കാര്യവും മിണ്ടരുത്, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിവിടെ വന്നത്. 2ാമത്തെ ഞായറാഴ്ച ഞാനിവിടെ വന്ന് ആരാധന കൂടി ഞങ്ങൾ രണ്ടുപേരോടെ തിരിച്ചു പോയി. വീട്ടിൽ ചെന്നു. തിങ്കളായി, ചൊവ്വാഴ്ചയായി. എനിക്ക് രാവിലെ ഏറ്റപ്പോൾ എൻ്റെ ചങ്കിനകത്ത് ഭയങ്കര വിഷമമാണ്. എൻ്റെ ഇവിടെ എന്തോ ശ്വാസം മുട്ടുന്ന പോലെ. ഞാൻ പറഞ്ഞു, ഓർത്തു ഇനി വല്ല അറ്റാക്ക് ഉണ്ടാകാൻ പോകണം. അതുപോലൊരു വിഷമം ചങ്കിനകത്തിരുന്ന്. വീണ്ടും ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുകയാണ്, നീ പോയി ഉടമ്പടി എടുക്കുമെന്നും പറഞ്ഞ് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇത് എനിക്ക് ഉടമ്പടി എടുക്കാതെ പറ്റുകയില്ല. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാനും പറയാൻ ആലോചിക്കുമായിരുന്നു, നമുക്കൊന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ തന്നെ അവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ ക്യൂ ഒക്കെ നിന്ന് ക്ലാസ്സൊക്കെ കൂടി കൃത്യമായ ഉടമ്പടി എടുത്തു. അന്ന് കിട്ടിയ കുറച്ച് പത്രമൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ, ഭാര്യ വന്നിട്ടില്ലായിരുന്നു. ആ പത്രമൊക്കെ, എനിക്ക് ഒരു ബിസിനസ്സുണ്ട്, പാലയിലൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിൽ സാധനം മേടിക്കുന്നവരുടെ അവർ മേടിക്കുമ്പോൾ ആ കവറിനകത്ത് ഞാൻ കടയിലെ സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് ഓരോ പത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ കുറച്ച് പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്തപ്പം ചില ആൾക്കാർക്ക് ഈ പത്രം വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ വന്ന് ചോദിക്കും, നിങ്ങൾ എന്തിനും പത്രം ഇട്ടേന്ന് ചോദിക്കുന്നതുകൊണ്ട് പിന്നെ ആ പരിപാടി നിർത്തി. പിറ്റേ മാസം ഞാൻ വന്ന് ഒരു 10-40 പത്രം മേടിച്ചു. 2 കെട്ട് പത്രം മേടിച്ചിട്ട് ഞാനത് ഒരു പോസ്റ്റിൽ അയക്കാൻ തുടങ്ങി. കാരണം ഒരു 5 രൂപയുടെ ഒരു കവർ മേടിക്കും, 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് 15 രൂപ ചിലവാണ്, എന്നാലും ഞാനത് പോസ്റ്റിൽ അയക്കാൻ തുടങ്ങി. അപ്പോൾ പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയായ നടപടിയല്ല, നമ്മൾ ഈ പോസ്റ്റിൽ അയക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ഇവിടെ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെയാണ് പത്രം കൊടുക്കുന്നത്, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് അത്ര നല്ലതല്ല, പോസ്റ്റിൽ അയക്കുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്, പക്ഷേ നമ്മളൊരു എളുപ്പവഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അത് നിർത്തി വീണ്ടും ഞങ്ങൾ നേരിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങി. ആ പത്രം ഞങ്ങൾ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഈ മാസം ഞാൻ മേടിച്ചും കൂടെ കൂട്ടി 3300 പത്രമാണ് ഞങ്ങൾ ഇതുവരെയും കൊടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ 2 പേരും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ നേരിട്ട് കൊടുക്കുന്നത്, പോസ്റ്റിലേക്കോ ആരുടെ കയ്യിൽ കൊടുത്തു വിടുകയോ ചെയ്യുന്നില്ല. നേരിട്ട് പോയി നിന്ന് ഞങ്ങൾ ഈ പത്രം മുഴുവൻ അവിടെ വിതരണം ചെയ്യും. ചിലവരെ ഞങ്ങളെ ആക്ഷേപിക്കാറുണ്ട്. ഒരു ആൾക്കാരിരിക്കുന്ന റിസപ്ഷൻ്റെ അവിടെ നിന്ന് എന്നെ പരസ്യമായി ആക്ഷേപിച്ചു. ഞാൻ പത്രം കൊടുത്തപ്പോൾ ഒരു ചേട്ടത്തി എന്നോട് ഏറ്റവും ചോദിച്ചു, അതായത് ഈ പത്രം മാത്രം മതിയല്ലോ എന്ന് ചോദിച്ചു, മെഡിക്കൽ കോളേജ് പോലും വേണ്ടല്ലോ, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറയുന്നതെങ്കിൽ എന്താണെന്ന് ചോദിച്ചു എന്നെ ആക്ഷേപിച്ച് വിട്ടു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതുപോലെ പല സ്ഥലത്തു നിന്ന് നമുക്ക് പല തിക്താനുഭവങ്ങളുണ്ടായെങ്കിലും ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോയി. ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പത്രം തീർന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഞങ്ങളോട് ചോദിക്കും, ഒരു പത്രം കൂടെ ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്ന അത്രമാത്രം അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ അതൊന്നൊന്നായി എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാണാൻ സാധിച്ചത് തുടർന്ന് അങ്ങോട്ട്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയിരുന്നു. കാര്യം ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ വീട്ടിലുണ്ട്, വലിയ തിരിയൊക്കെ കത്തിച്ച. പക്ഷേ ആ അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ മോശമായി പറഞ്ഞു, ഈ ഫോട്ടോ എല്ലാം ഉപേക്ഷിച്ചു. വീണ്ടും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഇവിടുന്ന് വലിയൊരു ഫോട്ടോ മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അന്ന് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ കൊച്ചുണ്ട് വീട്ടിൽ, അവൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അവൻ്റെ പേരൻസ് ജർമ്മനിയിലാണ്. അപ്പോൾ മോൻ്റെ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, നീ പോയി ആ ഫോട്ടോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നേ, അപ്പാപ്പൻ്റെ കാര്യമൊക്കെ എല്ലാം ശരിയാകുമെന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ഈ 3 വയസ്സുള്ള കൊച്ച് ഓടിപ്പോയി മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവനോട് പോകുന്ന കണ്ടു. ഞാൻ വേറെ മുറിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാതാവ് പറഞ്ഞെന്ന് പറഞ്ഞു, എല്ലാം ശരിയായി കിട്ടും, പക്ഷേ സ്നേഹമായിരിക്കണം, ഇഷ്ടമായിരിക്കണം, പക്ഷേ സ്നേഹമായിരിക്കണമെന്ന്. ഇങ്ങനെ ഒരു വാക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഈ കൊച്ചിന് ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, നിന്നോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്ന മാതാവിന് ആ ഫോട്ടോയിലിരിക്കുന്ന ആൾ തന്നെ, മാതാവ് തന്നെ എന്നോട് പറഞ്ഞത് ഇഷ്ടമായിരിക്കണം, സ്നേഹമായിരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങൾ സാധിച്ചിരിക്കുന്നത്, അതായത് എൻ്റെ മലദ്വാരത്തിൻ്റെ അവിടെ ഒരു ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് വലിയ മുഴയായി മാറി. അപ്പോൾ ഞാനവിടെ ഞങ്ങളുടെ അടുത്തുള്ള പാലായിൽ തന്നെയുള്ള മെഡിസിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. അവിടെ പോയി ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സർജറി ചെയ്യേണ്ടി വരും, സർജറി ചെയ്ത് ഒരു ബയോപ്സിക്ക് അയച്ചിട്ട് നമുക്ക് എന്നാണെങ്കിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ കുറച്ച് ദിവസത്തേക്ക് മരുന്നും എല്ലാം തന്നിട്ട് നമുക്ക് കുറയുമെന്ന് നോക്കിയാലോ. അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നു. ഞാൻ ഈ മരുന്ന് പോയി ഒരു 8 ദിവസം ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കി, ഗുളികയും കഴിച്ചു, ഓയിൻമെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു,
നമ്മളേതൊക്കെയാണ് ഈ സാക്ഷ്യം കേൾക്കുന്നതിനകത്തൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇവിടെ കൃപാസനത്തിൻ്റെ തൈലം തേച്ചൊക്കെ അസുഖങ്ങൾ മാറുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കേട്ടേച്ച് നമ്മൾ പിന്നെ ഗുളിക കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു അതെല്ലാം മരുന്നും കഴിച്ച് ഈ തൈലവും കൂടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഏതായാലും ഒന്ന് ചെയ്താൽ മതി, രോഗം മാറുമോ ഇല്ലയോ എന്നറിയാമല്ലോ. മാതാവിനെ ഒരു പരീക്ഷിക്കുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ആ ഉടമ്പടി തൈലം ഒരു 8 ദിവസം ഈ മുഴയെ പുരട്ടി. 9-ാം ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ മുഴ ഇവിടെ ഉള്ളതായിട്ട് പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ടായിട്ടില്ല. അത് ആണ് ഒന്നാമത്തെ ഒരു കാര്യം. ഞാനിത് സാക്ഷ്യത്തിൽ വെച്ചിരുന്നതല്ല, എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നതല്ല, അല്ലാതെ തന്നെ എനിക്ക് സാധിച്ചു കിട്ടിയ കാര്യങ്ങളാണ്. പിന്നീടുള്ള എൻ്റെ മോന്, അവന് ജർമ്മനിയിലാണ്. അവന് ജർമ്മനിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വീടൊക്കെ നോക്കാൻ ചെല്ലുമ്പോൾ 400 പേരാണ് ഒരു വീടിന് വേണ്ടി അവിടെ നിൽക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു വീട് കിട്ടുന്നില്ല. അവൻ മാസങ്ങളോളം കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചു, ഈ വീടിൻ്റെ കാര്യം വെച്ചു. ആ നിയോഗം ഞാൻ വെച്ച് കഴിഞ്ഞൊരു 5-6 ദിവസത്തിനകം അവന് അതുവരെയും കണ്ടതിൽ ഏറ്റവും നല്ലൊരു വീട് അവനവിടെ ലഭിച്ചു. 3ാമത്തെ നിയോഗമായിട്ടുള്ളത്, എൻ്റെ മോള് ജർമ്മനി ഡോക്ടറാണ്. അവളിവിടെ അമൃതയിൽ പഠിച്ചിട്ട് ജർമ്മനിക്ക് പോയതാണ്. ജർമ്മനി ഡോക്ടറായിട്ട് അവിടെ പോയി ആദ്യത്തെ എക്സാം എഴുതി അവൾ പാസ്സായി. 2ാമത് ജർമ്മനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അപ്രൊബേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയാലേ പാസ്സാകാൻ പറ്റുള്ളൂ. അത് 2 രീതിയിൽ നമുക്ക് ജർമ്മനിയിൽ ചെയ്യാൻ പറ്റും. കാരണം അമൃതയിൽ പഠിച്ചുകൊണ്ട്, അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് അവിടെ ഇതേ കരിക്കുലം തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സാം ഇല്ലാതെ അവർക്ക് കിട്ടും. അപ്പോൾ ഞാനതിൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അവളുടെ ഇവിടുത്തെ കരിക്കുലം എല്ലാം ജർമ്മനിയിൽ മെഡിക്കൽ കൗൺസിലിൽ അയച്ചു കൊടുത്തു. അവരത് അക്സെപ്റ്റ് ചെയ്തു. ഈ കരിക്കുലം അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് എക്സാം ഇല്ലാതെ ജർമ്മനിയിൽ എവിടെയും ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ലൈസൻസ് എൻ്റെ മോൾക്ക് കൊടുത്തു. പിന്നീട് എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടി, തീസിസ് കിട്ടുന്നില്ലായിരുന്നു. അത് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചപ്പം ജർമ്മനിയിൽ തന്നെ വലിയൊരു കമ്പനിയിൽ അവൾക്ക് തീസിസ് കിട്ടി. എൻ്റെ സഹോദരിയുടെ മകന് ലണ്ടനിൽ UN വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി വേണമെന്ന് അവിടുന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാനതിവിടെ നിയോഗം വെച്ചു. അവന് UN കഴിഞ്ഞും വലിയ മെച്ചപ്പെട്ട ഒരു ജോലി അവന് ലഭിച്ചു. ഇതാണ്. പിന്നീട് എൻ്റെ മോന് അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവന് ജോലി സ്ഥിരപ്പെട്ട് കിട്ടണമെന്നൊരു നിയോഗം ഉണ്ടായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ വലിയൊരു അത്ഭുതമായിട്ട് എനിക്കുള്ളത്, എൻ്റെ മോള് ഞാൻ പറഞ്ഞു ജർമ്മനി ഡോക്ടറാണെന്ന് പറഞ്ഞു. അവൾക്ക് അവളുടെ വിസ പുതുക്കുന്ന സമയമായി. വിസ പുതുക്കാനായിട്ട് അവൾ എംബസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ PR കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവൾ അവിടെ ചെന്നിട്ട് 3 വർഷമായുള്ളൂ. അപ്പോൾ എംബസിയിൽ നിന്ന് ഇവൾ വിസ പുതുക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവളെ എംബസിയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിനക്ക് വിസ അല്ല തരുന്നത്, നിനക്ക് തരുന്നത് PR തരാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഈ 29-ാം തീയതി PR കിട്ടും. അത് എൻ്റെ മോള് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മക്കൾക്ക് വേണ്ടി നമ്മൾ ഉടമ്പടി എടുത്തെങ്കിൽ പോലും അവരും ഇതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വെറുതെ മാതാപിതാക്കൾ ഉടമ്പടി എടുത്തിട്ട് മക്കൾക്ക് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. മക്കളും കൂടെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടണം, എങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പം എൻ്റെ മോളും എൻ്റെ ഭാര്യയും ഓൺലൈൻ ഉടമ്പടിയിലാണ്. മോൻ എടുത്തിട്ടില്ല. അവൻ ഇവിടെ വന്ന് നേരിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഞായറാഴ്ച ദിവസം സൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഞായറാഴ്ച ക്രിസ്ത്യാനി എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകും. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു നൊവേനപ്പള്ളിയുണ്ട്, അവിടെയും ചിലപ്പം പോകും. പക്ഷേ പള്ളിയുടെ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇൻവോൾവ് ആണ്. എൻ്റെ വീടിനടുത്തുള്ള ദേവാലയത്തിൽ യൂദാശ്ലീഹയുടെ നൊവേനയാണ്. അത് തുടങ്ങാനൊക്കെ മുൻപന്തിയിൽ നിന്നതും എല്ലാം ഞാനാണ്. ഇതൊക്കെ ചെയ്യാണ്. പക്ഷേ ഈ പള്ളിയിൽ പോയി കുർബാന കൂടുന്നതിലൊന്നും ഞാൻ അത്ര താല്പര്യം കാണിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് അവരെ കൊന്ത ചെല്ലുക, വൈകുന്നേരം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തെങ്കിൽ പ്രാർത്ഥിക്കും. ഇതൊരു നിർബന്ധമേ ഉള്ളൊരു കാര്യമല്ലായിരുന്നു പ്രാർത്ഥന. കാരണം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പോലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ആയിത്തീരുമെന്ന്. കാരണം ഞാൻ കൃത്യമായി ഞായറാഴ്ചകളെ കുർബാന മുടക്കുന്നത് എനിക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അല്ലാത്ത ദിവസങ്ങളിൽ പോലും ഞാൻ എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. ദിവസം ഞാൻ അരമണിക്കൂർ കൃത്യമായിട്ട് ബൈബിൾ വായിക്കും. എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലാണ്. കാരണം ഞാൻ വെളുപ്പിനെ 2 മണിക്ക് എണീക്കും. ഇപ്പം 2 മണിക്ക് എഴുന്നേറ്റ് ഞാൻ 4 ജപമാല 203 മണി ജപമാല ഞാൻ ചെല്ലും 4 മണിക്കായിട്ട്. അതിനുശേഷം ഒരു കരണക്കൊന്ത ചെല്ലും. വീണ്ടും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു 3:15 ആകുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. കുറച്ച് നേരം കിടന്നു കഴിഞ്ഞ് ഞാൻ 6:15 എടുത്ത് കുർബാനയ്ക്ക് പോകും. ഇതേ രീതിയിലുള്ള പ്രാർത്ഥനയിലേക്ക് ഞാൻ വന്നു. ഒരു കൊന്തയെല്ലാം മടിച്ചിരുന്ന് ഞാൻ വെളുപ്പിനെ 2 മണിക്ക് ഉറക്കളച്ചേറ്റിരുന്ന കൊന്തയെല്ലാം മാത്രം എനിക്ക് ആത്മീയമായ വലിയ ഉയർച്ച എനിക്കുണ്ടായി. അത് വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. കാരണം പള്ളിയിലൊന്നും പോകാതെ കുർബാന സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ കുർബാന സ്വീകരിക്കാതെ പറ്റിയല്ല. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ നിർബന്ധമായിട്ടും കുമ്പസാരിച്ചിരിക്കും. അത് വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് ഇടുന്നതാണ്. പിന്നീട് ഞാൻ കാരുണ്യപ്രവർത്തികൾ
ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡുകളിലേക്ക് പോകും. അവിടെ കീമോ ചെയ്ത പേഷ്യൻസ് ഉണ്ട്, അവർക്ക് കൊണ്ടുപോയി ബിസ്ക്കറ്റ്, റസ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചു കാലം അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജിലൊക്കെ നിയമമുണ്ട്, നമ്മളൊരു ഭക്ഷണ സാധനം മെഡിക്കൽ കോളേജിനുള്ളിൽ കൊടുക്കണമെങ്കിൽ അവിടുത്തെ സൂപ്രണ്ടിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ നമ്മൾ ഈ സാധനമായിട്ട് സൂപ്രണ്ടിൻ്റെ അടുത്ത് പോകണം, അവരുടെ പെർമിഷൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ അത് നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചോറ് പൊതികൾ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. അവിടെ 1-2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പറഞ്ഞു സൂപ്രണ്ടിൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സൂപ്രണ്ടിനെ പോയി കണ്ടു. സൂപ്രണ്ടിനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ മോളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയായിരുന്നു സൂപ്രണ്ടായിട്ടുള്ളത്. എന്നോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒത്തിരി ആൾക്കാർ ചോറ് കൊണ്ടേ കൊടുക്കുന്നുണ്ട്, ഇവരിത് മുഴുവൻ മേടിച്ചിട്ട് വേസ്റ്റ് ആക്കുക. കാര്യം ചേട്ടൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്, പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ പ്രയോജനം ചേട്ടനും കിട്ടുന്നില്ല, ഈ ആശുപത്രിയിൽ ആർക്കും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. വെറുതെ വേസ്റ്റ് ഞങ്ങൾ വാരി കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് നിർത്തിയതിന് ശേഷം ഞങ്ങൾ ചോറും പൊതിയായിട്ട് വൈഫ് കേട്ടോ, ഞാൻ പോയില്ല, വൈഫ് പാലായിക്കൂടെയൊക്കെ നടന്നു നോക്കി, ഒരു 10-20 പൊതിയൊന്നും ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാർക്ക് വേണ്ടാഞ്ഞിട്ടാന്ന് തോന്നുന്നു, ഒരു മനുഷ്യൻ ഈ പൊതി മേടിക്കുകയില്ല. പിന്നെ ഞങ്ങൾ അവിടെയുള്ള അനാഥാലയങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന രീതി തുടങ്ങി. പക്ഷേ ഇതൊന്നും നമുക്ക് തൃപ്തി എനിക്കുണ്ടാകുന്നില്ലായിരുന്നു. അതിനുശേഷം എൻ്റെ വീടിനടുത്ത് ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്. ഒരു 600ഓളം മാനസിക രോഗികളെ സൗജന്യമായി നോക്കുന്ന മരീ സദനം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിനകത്തെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് അവിടെ പോകാൻ ഇതുവരെയും തോന്നിയിട്ടില്ലായിരുന്നു. ഞാനവിടെ പോയിട്ടുണ്ട്, അത് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ അതോടെ സഹകരിച്ച് നിൽക്കുന്ന. ഞാനവിടെ പോകുന്നത്, ഞാൻ പാലായിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് എന്നെ അവിടെ പല മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കാനൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ എന്തോ എനിക്കൊരു ദിവസം രാവിലെ ഞാൻ ഏറ്റവും സന്തോഷിനെ വിളിച്ച് ചോദിച്ചു, സന്തോഷേ ഞാനത് ചോദിക്കാൻ കാര്യം, ഞാൻ അച്ഛൻ്റെ ധ്യാനവും കാരുണ്യ പ്രവർത്തികളും ഒക്കെ നമ്മൾ ഇതിന് പലരുടെയും സാക്ഷ്യങ്ങളിലൂടെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയിൽ ഇനിയും കുറവുള്ള കാര്യം ഇതാണ്, ഞാൻ കാരുണ്യ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല. അച്ഛനോട് പല ധ്യാനത്തിലും അച്ഛൻ പറയുന്നതാണ്. ധ്യാനമൊക്കെ ഞാൻ കൃത്യമായിട്ട് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാരുണ്യ പ്രവൃത്തി ഇതല്ല, ഞാൻ ഈ പൈസ കൊടുക്കുന്നതല്ല. ഇതുകൂടാതെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കുന്നവർക്ക് എല്ലാ മാസവും പൈസ കൊടുക്കും, അതേപോലെ തന്നെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും, ഈ പറയുന്ന മരീസദനത്തിൽ എല്ലാ മാസം പൈസ കൊടുക്കും. പക്ഷേ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഈ പണം കൊടുത്ത് നേടാവുന്ന രീതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്കത് മനസ്സിലായി. ഒരു ദിവസം രാവിലെ ഞാൻ ഈ സന്തോഷിനെ മരീസദനത്തിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷേ എനിക്ക് അവിടെ വന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. സന്തോഷ് പറഞ്ഞു, എന്നെ എടാന്ന് വിളിക്കുന്നത്, നീ ഇങ്ങോട്ട് പോരെ. ഞാൻ അവിടെ ചെന്നപ്പം പറഞ്ഞു, അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഈ ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം. ഞാനവിടെ ഭക്ഷണം കൊടുക്കാൻ അതിനകത്ത് അവരെ സഹായിക്കാൻ തുടങ്ങി. അത് ഞാൻ തുടർന്ന് എനിക്കത് നിർത്താൻ മേലാത്ത സാഹചര്യമായി. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ മരീസദനത്തിൽ പോയി ഈ മാനസിക രോഗികൾക്ക് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കും, അവരുടെ ടേബിൾ ക്ലീൻ ചെയ്യും, അവിടുത്തെ നിലവടിച്ച് വാരും. എൻ്റെ വൈഫിനറിയാം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഏറ്റു പോവുള്ളൂ, ഞാൻ ആ പ്ലേറ്റ് പോലും എടുത്ത് വെക്കാത്ത ആളാണ്. ഞാൻ ഈ മരീസദനത്തിൽ പോയി ഇത് ചെയ്യാനായിട്ട് എനിക്കത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ചെയ്യുന്ന ഈശോയ്ക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പം ഇപ്പോൾ ഇന്ന് മാത്രമേ ഞാൻ പോകത്തുള്ളൂ. ഇന്നലെ വരെ ഞാൻ അവിടെ പോയിട്ട് വരികയാണ്. പിന്നെ അവിടെ തന്നെ മാനസിക രോഗികളുടെ ഒരു 50ഓളം കുട്ടികളുണ്ട് അവിടെ, ഇവരുടെ കുഞ്ഞുങ്ങളുണ്ടായി, അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അവർക്ക് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാനൊരു ദിവസം അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും. എൻ്റെ സഹോദരി വിദേശത്തുണ്ട്, അവളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസം ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ 2 കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് കഴിഞ്ഞ മാസം പത്രം മേടിക്കാൻ ഞാനിവിടെ വന്ന് ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ എപ്പോൾ വന്നാലും ഞാൻ 203 മണി ജപമാല ഞാനിവിടെ ചെല്ലും, സമ്പൂർണ്ണ ജപമാല ചൊല്ലിയിട്ടേ പോകുള്ളൂ. ഞാൻ 1ാമത്തെ ജപമാല ചൊല്ലി പകുതിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സുഗന്ധാഭിഷേകം വരാൻ തുടങ്ങി. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ ഇതുവരെ ഇത്ര എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മാതാവ് നമുക്കൊരു അടയാളം തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇവിടെ കയറിയപ്പോഴും ഞാൻ ആ മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി, എൻ്റെ മാതാവ് എന്നെ കാണിക്കുന്നത് ഞാൻ 1 വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു സുഗന്ധം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലോ എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ജപമാല ചൊല്ലി 1ാമത്തെ ജപമാല കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കര സുഗന്ധമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ 4 ജപമാല കഴിഞ്ഞപ്പം ഭാര്യ ഇരുന്ന് അപ്പുറത്തെ സൈഡിലാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് നോക്കി എനിക്ക് മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി വന്നിരുന്നിട്ട് പുള്ളിക്കാരത്തി ഓർത്ത് ഈ ബാത്റൂമിലെ ലോഷൻ്റെ വല്ല മണമായിരിക്കും. അപ്പോൾ എന്നോട് ഇനി പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഇടിക്കേണ്ടെന്ന് ഓർത്ത് എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് പുള്ളിക്കാരത്തി ബാത്റൂമിൽ പോയി നോക്കി, അവിടെ സ്മെല്ലുണ്ടോ എന്ന് ചോദിച്ചു. അതില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്മെല്ല് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായത് മാതാവ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു അടയാളം കാണിച്ചു തന്നതാണ്. അത് ഞങ്ങൾ ആ പത്രം മേടിക്കാൻ അവിടെ പോയി നിൽക്കുന്നതോടും വരെ ഞങ്ങളുടെ കൂടെ ആ സ്മെല്ലുണ്ടായിരുന്നു. പത്രമൊക്കെ മേടിക്കുന്നത് നമ്മൾ വേറെ സംസ്ഥാനത്തിലേക്ക് പോയപ്പം അത് മാറിപ്പോയി. അതുപോലെ തന്നെ ജോസഫ് അച്ഛനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു, ഒരു ദിവസം ഭാര്യയും സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കണ്ടത് അച്ഛനൊരു വലിയ തിരക്കിനകത്ത് നിൽക്കുമ്പോൾ അച്ഛനുള്ള സ്വതവേയുള്ള ഗൗരവ സ്വഭാവത്തിൽ തന്നെ എന്നെ ഇങ്ങനെ കൈകാട്ടി വിളിക്കുകയാണ്. എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് നമ്മുടെ കാര്യം നടന്നില്ലല്ലോ എന്നുള്ള ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പം അച്ഛൻ എൻ്റെ ഇരുന്ന പേപ്പറെല്ലാം മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ തന്നെ പ്രാർത്ഥന തുടർന്നാൽ മതി, എല്ലാം മാതാവ് നടത്തി തരും എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു വിട്ടു. പിന്നീട് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മുടെ അഖണ്ഡ ജപമാലയ്ക്ക്
ഞങ്ങൾ ആ റാലി പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ 1 മാസം ഞങ്ങൾ നോയമ്പെടുത്താണ് ഇവിടെ പങ്കെടുത്തത്. അതുപോലെ തന്നെ പാലാ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു, ഈ അഖണ്ഡ ജപമാല റാലി ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ. അതിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ KSRTC ഡിപ്പോയിൽ അന്വേഷിച്ചപ്പം 10 ബസ് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖണ്ഡ ജപമാല റാലി പാലായിൽ പങ്കെടുക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു. പിന്നെ ഞാൻ ഈ നോയമ്പെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി അല്ലാതിരുന്ന് ഞാൻ നോയമ്പെടുക്കുന്നതിലൊന്നും പള്ളി പോകാത്തവനാണ്, പിന്നെ നോയമ്പെടുക്കുന്നത് പറയേണ്ടതാണല്ലോ. കാരണം അന്നേരമെല്ലാം നമ്മൾ ഓരോ ബൈബിൾ വാക്യങ്ങൾ നമ്മൾ കോട്ട് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിന് നോയമ്പില്ല, ഉള്ളിൽ നിന്ന് അത് വിസർജ്യ വസ്തുവായിട്ട് പോകും. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് നോയമ്പ് മതി എന്നുള്ള ആ വിശ്വാസത്തിലൊക്കെ പോകുന്നവരത്തിന് ആ ബൈബിൾ വാക്യമാണ് നമ്മൾ ഈ നോയമ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യം ഇതായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ നോയമ്പ് തുടങ്ങിയപ്പം തൊട്ട് ഇതുവരെ ഞാൻ ഒരു നേരം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. വൈകുന്നേരം ഒരു 4 മണിക്ക് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ നോയമ്പെടുക്കുകയാണ്. എന്നിട്ട് ആ 2 നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ മരീസനത്തിൻ്റെ ഡയറക്ടറോട് പറഞ്ഞു, ദുഃഖ ശനിയാഴ്ച വന്ന് ഈ പൈസ എടുത്തുകൊണ്ട് പോയി അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം ആധ്യാത്മികമായിട്ട് എനിക്ക് വലിയ ഉയർച്ച ഇവിടെ ഉണ്ടായി. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ കൃപാസനത്തിനെ ഇപ്പം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പലരും വിമർശിച്ചുകൊണ്ട് പറയുമായിരിക്കും. പക്ഷേ അവരെല്ലാം മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും. വിമർശിച്ച് വേറെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇടുകയില്ല. എൻ്റെ ഉള്ളിലുണ്ടായൊരു വിമർശനമായിരുന്നു, അതെല്ലാം മാറി എനിക്ക് മാതാവിൽ പൂർണ്ണ വിശ്വാസമാണ്, ഈശോയിൽ പൂർണ്ണ വിശ്വാസമാണ്. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്, ഈ കൃപാസനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ വരുവാനും ഇങ്ങനെ നിൽക്കുവാനും ഒക്കെ സാധിച്ച്. അതിനെ കൃപാസനത്തിൻ്റെ ഇതിൻ്റെ ഡയറക്ടറേറ്റിനോടും മറ്റുള്ളവരോടും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഒരു ഉടമ്പടിയിലെ ജീവിതം എങ്ങനെയാണ് ക്രമീകരിച്ചത്? അപ്പം നമ്മളെപ്പോഴും ഇതൊരു പുതിയ പ്രാർത്ഥന രീതി ആയതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടും ഇതിന് പണ്ട് തുടക്കകാലത്തോട്ട് ഇപ്പോഴും വിമർശനങ്ങൾ അധികമായി ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അതിലൊരു പക്ഷേ സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ളത്. പക്ഷേ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇവിടെ നടക്കുന്നത് നമ്മൾ ആദ്യം പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും ഇത് കാര്യങ്ങൾ നടക്കുവാനായിട്ടുള്ളൊരു പ്രാർത്ഥന രീതിയാണെന്ന്. പക്ഷേ നിങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു സാക്ഷ്യമൊന്നുമല്ല, പറഞ്ഞുള്ള സാക്ഷ്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും അവസാനം ചിലപ്പോൾ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയും, ചിലപ്പോൾ അത് നീർത്ത ഒരുപാട് വാക്കുകളിൽ പറയും. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ടും ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നൊരു വലിയൊരു അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ താഴെയാണ് ഈ ബാക്കി പറയുന്ന ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം. ഈ ഒരു സാക്ഷ്യത്തിലും അത് വ്യക്തമായിട്ട് ഒരു വ്യക്തി ഇതുവരെ ഉണ്ടായിരുന്ന, ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഇപ്പോൾ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പം വിശുദ്ധ ബലി മുടക്കരുതെന്നും കുമ്പസാരം മുടക്കരുതെന്നും കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്നും നമുക്ക് പറഞ്ഞ് അല്ലെ കേട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ ശീലിപ്പിച്ചിട്ടുള്ളൊരു ശീലത്തിനേക്കാളപ്പുറം ഇവിടെ എല്ലാം പോയിട്ടും ചെയ്തിട്ടും നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയതായിട്ടൊന്നും വലിയ ഒരു ബോധ്യം നമുക്കില്ല. നമ്മളിങ്ങനെ ശീലമായതുകൊണ്ട് ചെയ്യും, ശീലമില്ലാത്തവർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിയുമ്പം ഒരു ചെറുപ്പമൊക്കെ ആകുമ്പോൾ അങ്ങ് നിൽക്കും. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഒരു വ്യക്തിയെ, ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളൊരു വ്യക്തിയെ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശക്തി ലഭിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കെപ്പോഴും ഈ പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിൽ 2 വലിയ ഗ്യാപ്പ് ഉണ്ടാവും. എപ്പോഴും ഞായറാഴ്ച പള്ളിയിൽ പോകും, തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. അങ്ങനെ ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കണില്ല. അവിടെയാണ് ഈ ഉടമ്പടിയിലെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ 5:30, ഇപ്പോൾ ഇദ്ദേഹം 2 മണി എന്ന് പറയുമ്പോഴും 5:30 തൊട്ട് ഒരു വ്യക്തി ആദ്യം ദൈവമെന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. അത് തന്നെ കൃപയുടെ ആരംഭമാവും. ദ ഫസ്റ്റ് തിങ് ആദ്യം ചെയ്യണത് പോലും ദൈവത്തിൽ ആശ്രയിച്ച. പിന്നീട് ഓരോ ആരാധനയും അത് ഇവിടെ വ്യൂവേഴ്സ് കൂടുന്നതുകൊണ്ട് ഇവിടെ അതിനുള്ള സമ്പാദ്യം ഒന്നും കിട്ടണില്ല. പക്ഷേ ഓരോ ആരാധന ഒരാൾ പ്രാർത്ഥനയോടെ കൂടുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ പറയണത് പോലെ ഇപ്പം അവസാനം പറഞ്ഞല്ലോ, ഇങ്ങനൊരു സ്ഥലം അടുത്തുണ്ടായിട്ടും ഇതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടണത് ഉടമ്പടിയിൽ ഇങ്ങനെ അന്വേഷിക്കുമ്പോഴാണ്. ഇത് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് എന്താ ഇനി ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നിടത്താണ് അങ്ങനൊരു ഓപ്ഷൻ വരുന്നു. അവിടെ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ പൈസ അല്ല കൊടുക്കേണ്ടത്, കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരാൾ വ്യക്തിപരമായിട്ട് ഇതുപോലെ എളിമപ്പെടാനോ അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനും ഒക്കെ ചെയ്തു തുടങ്ങുമ്പം ദൈവം സത്യസന്ധനായതുകൊണ്ട് ഈ യാത്രയെ ദൈവം ആശീർവദിക്കും. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ ശിഷ്യന്മാരെ വിട്ട് ചോദിക്കുന്നുണ്ട്, കർത്താവെ നീയാണോ വരാനിരിക്കുന്നവൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയും, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ചെന്ന് യോഹന്നാനോട് പറയാനാണ് പറയണത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾ സാക്ഷ്യത്തിൻ്റെ അവസാനം നോക്കണം. നിങ്ങൾ തുടക്കത്തിലെല്ലാം അവർക്ക് ലഭിച്ച ഭൗതിക കാര്യങ്ങളല്ല, അവസാനം പറയാനുണ്ട് എന്തെന്നില്ലാത്തൊരു ആത്മീയമായിട്ടൊരു വളർച്ച. ഇപ്പോൾ ഒരാൾ ഇവിടെ പറയണുണ്ടല്ലോ, ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നൊരു സ്വാഭാവികമായൊരു നിയമമുണ്ട്. പക്ഷേ അതൊരു ബോധ്യത്തിലേക്ക് വരണമെങ്കിൽ അനുഭവം വേണം. നമ്മൾ മനുഷ്യരായതുകൊണ്ടേ നമുക്കൊരു അനുഭവം വേണം. അതിനുള്ള അനുഭവം ഇപ്പോൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അത് സയൻസിനും ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറമുള്ളൊരു ദൈവാനുഭവം ഒരാൾക്ക് ലഭിക്കുമ്പോൾ മാത്രമേ ഇതിൽ ഈ ഒരു ദൈവവിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി കടന്നു. ഇത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ നോക്കിയാൽ മതി, കർത്താവ് ആദ്യം വന്നിട്ട് ഉടൻ തന്നെ നിത്യജീവനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. ആദ്യം വന്നിട്ട് കർത്താവ് ചെയ്യണത് അത്ഭുതങ്ങളും അടയാളങ്ങളും
ചെയ്ത് ജനങ്ങൾ ആദ്യം കൂടിയതിന് ശേഷമാണ് കർത്താവ് പറയണത് അനശ്വരമായതുകൊണ്ട്, നിത്യമായതുകൊണ്ട് സ്വർഗരാജ്യമുണ്ട്. ഇത് ദൈവത്തിൻ്റെയും ഒരു മെത്തഡോളജി. അപ്പോൾ ഇവിടെ ഉടമ്പടിയിൽ ഇതുപോലെ എല്ലാ ഫീൽഡിൽ നിന്നുള്ളവരും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു പക്ഷേ ഇനിയും ഒരുപാട് പേര് അതിൻ്റെ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഒരുപാട് പേര് സാക്ഷ്യങ്ങളിലൂടെ തന്നെയാണ് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് 10,000-ലധികം ജാതിമത ഭേദമന്യേ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നു. അത് ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസാന്തരവും മാറ്റവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കിയുള്ളത് കുട്ടികളുടെയും മക്കളുടെ എല്ലാം പറഞ്ഞത്. ഇതിൽ വേറൊരു ബോധ്യം പറഞ്ഞത്, മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ അവരും കൂടി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു ബോധ്യമുണ്ട്. ആ മക്കളും അവിടെ വിദേശത്തായിരുന്നാൽ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ടൊരു യൂ ടേൺ ഉടമ്പടിയിൽ എടുക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിലെടുക്കുന്ന വഴികളെ ദൈവം ആശീർവദിക്കും. ആ ആശീർവാദത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞതെല്ലാം. ഇനി ഉടമ്പടി മുന്നോട്ട് പോകുമ്പം ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും, പരിശുദ്ധ അമ്മ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് പേരെ ഈ ഒരു ദൈവസ്നേഹത്തിലേക്കും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള വലിയ മനോഭാവത്തിലേക്കും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നുള്ളൊരു ബോധ്യത്തിലേക്കും ലഭിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് നന്ദി പറയാം.